വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇതിപ്പോൾ 5-ാം ദിവസം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 60% പ്രദേശത്തെ പരിശോധനയും പൂർത്തിയാക്കി കഴിഞ്ഞെന്നാണ് നിഗമനം. മുണ്ടക്കയിലെ ഇന്നത്തെ പരിശോധനയും അവസാനിപ്പിച്ചു. ചാലിയാറിന്റെ 40 കിലോമീറ്റർ തീരത്ത് പരിശോധന നടത്തിയിരുന്നു. 206 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, നേരത്തെ പ്രതിഷേധമുണ്ടായതിന് പിന്നാലെ അവിടെ JCB ഒക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ? ഈ പ്രതിഷേധിച്ചവരെല്ലാം തന്നെ മടങ്ങിയോ? ആ പരിശോധന പൂർത്തിയായിരിക്കുകയാണ് വിനിത. മുണ്ടക്കൈ മസ്ജിദിന് സമീപത്തുള്ള പരിശോധനയിലാണ് കുറച്ചു ഭാഗം കൂടി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് സന്നദ്ധ പ്രവർത്തകർ JCB തടഞ്ഞ് പ്രതിഷേധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ JCB അകത്ത് കയറി പരിശോധിക്കുകയും ചെയ്തു. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് പരിശോധന നടത്തി. പ്രത്യേകിച്ചൊന്നും കണ്ടതുമില്ല. ആ JCB മടങ്ങിയിരിക്കുകയാണ്. മുണ്ടക്കൈയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തും ഇന്ന് നടന്ന പരിശോധനകളെല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരും സൈന്യവുമൊക്കെ മടങ്ങുകയാണ്. സൈനിക സംഘങ്ങളൊക്കെ താഴെ അവർ മടങ്ങിപ്പോകുന്ന കാഴ്ചയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സന്നദ്ധ പ്രവർത്തകർ അവിടെ ഇറങ്ങി വരുന്നതും നമുക്ക് കാണാം. നാളെയും ഈ മേഖലകളിൽ പരിശോധന തുടരും. പക്ഷേ ഏതാണ്ട് സംശയമുള്ള സാധ്യതകളുള്ള മേഖലകളിലൊക്കെ പരിശോധന ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് പരിശോധന അവസാനിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും ഏതെങ്കിലും മേഖലകളിൽ സാധ്യതയുണ്ടെങ്കിൽ അവിടെ കൂടി പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ മനുഷ്യാധ്വാനം കൊണ്ട് നടത്തുന്ന പരിശോധന, അതോടൊപ്പം JCB, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധന, ആ പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതിൽ കിട്ടാവുന്ന പരമാവധി മൃതദേഹവും അല്ലെങ്കിൽ ആ പരിശോധനകളുടെ ഫലവും ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ വലിയ മാറ്റമൊന്നും ആ രീതിയിലുള്ള പരിശോധന തുടരുന്നതുകൊണ്ട് അധികൃതർ പ്രതീക്ഷിക്കുന്നുമില്ല. ഇനി ആലോചിക്കുന്നത് റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന്, ഐബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പരിശോധന നടത്തിയിട്ട് ഏതെങ്കിലും മേഖലകളിൽ ഈ കൂടുതൽ മൃതദേഹങ്ങൾ കടിഞ്ഞിട്ടുണ്ടോ, മനുഷ്യ സാന്നിധ്യമുണ്ടോ മണ്ണിനടിയിൽ, പാറക്കെട്ടുകൾക്കടിയിൽ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള പരിശോധന എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൽ തന്നെ 2 കാര്യങ്ങളാണ് ഏറെ പ്രധാനം. ഈ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തി പരിശോധിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് അങ്ങനെ മനുഷ്യ മൃതദേഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് എന്നുള്ളത് ആദ്യം നോക്കും. ആ പ്രദേശത്ത് എത്ര ആഴത്തിലാണ് മണ്ണിനടിയിൽ പാറക്കെട്ടുകൾക്കുള്ളിൽ ഈ മൃതദേഹമുള്ളത്, അത് JCB ഹിറ്റാച്ചിയോ ഒക്കെ വെച്ച് പരിശോധിച്ചാൽ പുറത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആഴമുള്ളതാണോ, അതിനേക്കാൾ ആഴത്തിലുള്ളതാണോ എന്നത് അടക്കമുള്ള സാധ്യതകൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുക. ഇന്ന് അത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള റഡാറുകളൊക്കെ എത്തിച്ച് പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ചില പ്രധാനപ്പെട്ട മേഖലകളിൽ മാത്രമായിട്ട് ആ പരിശോധന നടന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ആ പരിശോധന ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ പ്രധാനമാണ്. ഒപ്പം കടാവർ നായകളെ ഉൾപ്പെടെ രംഗത്തിറക്കിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. 16 കടാവർ നായകളാണ് ഇന്ന് ഈ മേഖലകളിൽ, ദുരന്ത മേഖലകളിൽ പരിശോധനയ്ക്ക് എത്തിയത്. ആ കടാവർ നായകളുടെ പരിശോധനയിലും എവിടെയെങ്കിലും അസ്വാഭാവികമായി കൂടുതൽ മണ്ണിനടിയിൽ മൃതദേഹത്തിന്റെ സാന്നിധ്യമുള്ളതായി, മനുഷ്യ സാന്നിധ്യമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പക്ഷെ കൂടുതലും ഈ പുഴയോരങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചാലിയാറിന്റെയും അതുപോലെ തന്നെ അത്തരത്തിൽ പുഴയോരങ്ങൾ ചേർന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൂടുതലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കാണാനുള്ള അല്ലെങ്കിൽ കണ്ടുകിട്ടാനുള്ള ആളുകളിൽ അധികവും ഈ തരത്തിൽ ഇവിടെ നിന്ന് ഒഴുക്കിൽപ്പെട്ടു പോയി ഏതെങ്കിലും പുഴയിലടിയുകയോ പുഴയോരത്തടിയുകയോ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് അനുമാനം. കുറച്ചു പേർ ഏതായിരുന്നാലും ഈ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായും പരിശോധിക്കുക സാധ്യമല്ല. കാരണം പലയിടങ്ങളിലും 4 ആൾ പൊക്കത്തിലും 6 ആൾ പൊക്കത്തിലുമൊക്കെ മണ്ണ് രൂപപ്പെട്ടിട്ടുണ്ട്, വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ വലിയ പാറക്കല്ലുകൾ അതിന് അടിയിൽ ഉണ്ട് താനും. അതിൻ്റെയൊക്കെ വകഞ്ഞു മാറ്റിയുള്ള ഒരു പരിശോധന ഏതായാലും പ്രായോഗികമല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ മേഖലയിലാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ദൃശ്യം തന്നെയാണത്. പൂർണ്ണമായും ഒരു നാടിനെ ഒന്നാകെ തുടച്ചില്ലാതാക്കി കൊണ്ടുപോയ മേഖല, ഉരുൾ പൊട്ടിയൊലിച്ചു വന്ന വഴികൾ, അവിടെ ചെറു പാറ കഷണങ്ങൾ, അതിനെ പല വഴികളിലൂടെ ഒഴുകുന്ന പുഴയുടെ കൈവരികൾ, അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടു മുകളിലേക്ക് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാം ആ ഉരുള് ഇറങ്ങി വന്ന ആ മല അടർത്തിയെടുത്തതുപോലെ, അരിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ആ മല നമുക്ക് കാണുകയും ചെയ്യാം. അവിടെ നിന്ന് കുത്തിയൊലിച്ച് വരികയായിരുന്നു. നമുക്ക് കാണാം ആ പ്രദേശം നല്ല മഞ്ഞു മൂടുന്നുണ്ട്. ചുറ്റും നല്ല ഹരിതാപമാണ്, പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ്. ആ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയുടെ മധ്യഭാഗത്തായി ഒരു വെട്ടിക്ക് ഒരു കീറ് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്നാണ് ആ മണ്ണിറങ്ങി വന്നിരിക്കുന്നത്. 2 പച്ചപ്പുകളെയും അല്ലെങ്കിൽ പച്ച നിറഞ്ഞ ആ ഭാഗത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് മല ഇറങ്ങി വരികയായിരുന്നു. പാറകൾ ഉരുണ്ടു വരികയായിരുന്നു. വലിയ കുത്തൊടുക്കോടുകൂടി വരികയായിരുന്നു.
നിരവധി വീടുകൾ തകർത്തുകൊണ്ടാണ് പോയതും. അങ്ങനെ എത്രയോ പാറകളാണ് വന്നിട്ടുള്ളത്. ആ വന്ന പാറകളുടെ ഒരു കരുത്ത് എത്രത്തോളം എന്നറിയുന്നതിന് ഈ മുണ്ടക്കൈ മസ്ജിദിന് സമീപത്തെ റോഡിൽ വന്ന് കിടക്കുന്ന ഒരു പാറ കൂടി നമുക്ക് കാണാം. രാവിലെ പുഞ്ചിരിമട്ടത്ത് കയറുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഒരു പാറക്കോറിയിൽ പോയതിന് സമാനമായിരുന്നു. വലിയ വലിയ ഭീമാകാരമായ പാറകളാണ് അവിടെ തങ്ങി നിൽക്കുന്നത്. വലിയൊരു പാറ നമുക്ക് ഇവിടെയും കാണാം മുണ്ടക്കൈ മസ്ജിദിന് സമീപം. മുണ്ടക്കൈയിൽ നിരവധി പേരുടെ ജീവനെടുത്ത, മുണ്ടക്കൈ ആ പട്ടണത്തെ തന്നെ, ആ നഗരത്തെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ടുപോയ പാറയാണ് അവിടെ കരുത്ത് കാട്ടി നിൽക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. അങ്ങനെ ഒരു പാറയല്ല, അങ്ങനെ എത്രയോ പാറകളാണ് ഈ നാടിനെ ഒന്നാകെ നെഞ്ചു പിളർത്തിക്കൊണ്ട് കടന്നു പോയിരിക്കുന്നത്. അതിന്റെ ചെറു കഷ്ണങ്ങൾ നമുക്ക് ഈ താഴ്ഭാഗത്ത് കാണുകയും ചെയ്യാം. ഇതിനടിയിൽ എത്ര ജീവനുകളുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് ഔദ്യോഗികമായി കണക്കുകൾ പറയുമ്പോൾ അതിലേറെ ആളുകളുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ, പല കുടുംബങ്ങളിലും ചില ഫംഗ്ഷനൊക്കെ നടന്നിരുന്നു. ഒരു കുടുംബത്തിലെ 26 പേർ മരിക്കുന്നു. അപ്പോൾ അങ്ങനെ മറ്റ് അതിഥികളായി വന്ന പലരും ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കണക്കെടുക്കുക പ്രയാസമാണ്. അങ്ങനെ 200 എന്ന ഔദ്യോഗിക കണക്ക് അധികൃതർ പറയുമ്പോഴും അതിലുമേറെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ അതിലും എത്രയോ കൂടുതലായിരിക്കും കാണാനുള്ള ആളുകളുടെ എണ്ണം എന്നുള്ളതാണ്. പക്ഷേ എത്ര പരിശോധന നടത്തിയാലും ആ കാണാനുള്ള ആളുകളിൽ പകുതി പേരെ പോലും കണ്ടെത്തുക പ്രായോഗികമല്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ആളുകളെ കണ്ടെത്തുക എന്നുള്ളതിനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസം, അത് അധിക നാൾ അങ്ങനെ നീണ്ടു പോകത്തുമില്ല, വരും ദിവസങ്ങളിൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി എവിടെയെങ്കിലും ഇത്തരത്തിൽ മണ്ണിനടിയിലോ പാറക്കൂട്ടങ്ങൾക്കിടയിലോ മരക്കൂട്ടങ്ങൾക്കിടയിലോ മരത്തിന്റെ വേരുകൾക്കിടയിലോ പുഴയോരത്തോ ഒക്കെ മനുഷ്യ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സമതലങ്ങളിലുള്ള സമാന്തരമായിട്ടുള്ള പലവിധത്തിലുള്ള പരിശോധനകളിലൂടെ അത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സാന്നിധ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ മൃതദേഹം പുറത്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ, ആ മണ്ണ് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണോ എന്നുള്ള ആ ഒരു സാധ്യത പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അവിടെ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം.